ഗ്രൂപ്പിലുള്ള മറ്റൊരാളാണ്. ഇത് ഏറ്റെടുക്കാനൊന്നും ചന്തയ്ക്ക് ഒരു മടിയില്ല. ഞാനിപ്പോൾ വളരെ കൃത്യമായിട്ട് ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ച് പറയാം. ഇവിടെ മദ്രസയിൽ പഠിച്ചിറങ്ങുന്ന ഈ പറയുന്ന 6-ാം നൂറ്റാണ്ടിലെ വേദഗ്രന്ഥം പഠിച്ചിറക്കുന്ന ഓരോ പരനാറിയും ഓരോ തീവ്രവാദിയായിട്ടാണ് ജനിച്ചു വരുന്നത്. അത് കൃത്യമായി പറയണം. എഴുതി ഒപ്പിട്ട് എന്റെ പേരെഴുതി ഈ വോയിസ് എഴുതി വെച്ചോ. മദ്രസയിൽ പഠിച്ച് പുറത്തോട്ട് ഇറങ്ങുന്ന ഓരോ പരമനാറിയും അന്യമതസ്ഥരെയും മതം വിട്ട ഇസ്ലാം മതം വിട്ട മുസ്ലിമിൽപ്പെട്ടവരെയും കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന ഒരു നിയമ സംഹിത വ്യവസ്ഥ പഠിപ്പിക്കുവാൻ വേണ്ടി സർക്കാരിന്റെ ഖജനാവിൽ നിന്നും പഠിപ്പിക്കുന്ന മദ്രസാധ്യാപകരെ പണം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കീഴിലാണ് നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ നാണം കെട്ട നാറിയ ഈ പറയുന്ന ജിഹാദി വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റ് കീഴിൽ എന്നാ പറയുന്നത്. ഇവിടെ ആരായി പറഞ്ഞതല്ലെന്ന് ഇവിടെ വളരെ കൃത്യമായി ഇപ്പോഴും പറയാണ്. മതം, അതായത് ഇസ്ലാം വിട്ട മുസ്ലിമിനെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്നവനും അന്യമതം ഈ വിഗ്രഹാരാധികളായിട്ടുള്ളവൻ അവൻ ഇസ്ലാമി സ്വീകരിക്കുന്നവരെ അവനോട് യുദ്ധം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന നാറിയ നാണം കെട്ട 6-ാം നൂറ്റാണ്ടിലെ ഒരു വ്യവസ്ഥിതി നിങ്ങളോട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പറയുവാൻ വേണ്ടി ആ മതം പഠിക്കേണ്ട കാര്യമില്ല. ഇസ്ലാം എന്ന് പറയുന്ന മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിൽ തന്നെ ക്യാൻസൽ ചെയ്യേണ്ട ഒന്നാണ്. അത് പറയുന്നതിന് പേരിൽ എന്റെ അണ്ടി എത്താൻ വേണ്ടി വരുന്നെങ്കിൽ അങ്ങ് ചെയ്താൽ മതി. ഒരു നാറിയും ഞങ്ങളുടെ ഒന്നും അതിരിനപ്പുറം കേരള എന്ന് പറയുന്ന ഈ ക്ലബ് ഹൗസിൽ നല്ല നീയൊക്കെ പറയാൻ പോകുന്ന സ്ലീപ്പർ സെല്ലുകൾ ഏതാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്ലീപ്പർ സെല്ലുകളുടെ ആസ്ഥാന മന്ദിരത്തിൽ മുതൽ തുമ്പി വാരെ പിടിക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് ഇന്ത്യയുടെ വളരെ കൃത്യമായിട്ടുള്ള ഇന്ത്യയുടെ സുരക്ഷാ അന്വേഷണ ഏജൻസികൾ. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ നിന്നുകൊണ്ട് നിന്നെ വെല്ലുവിളിക്കുന്നത്. ഇവിടെ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, നീയൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ വാടാ എന്ന് പറഞ്ഞത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ പ്രസാദിന്റെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ ഇട്ടുകൊണ്ട് ഈ തായോളി ക്ലബിൽ ഇരുന്നുകൊണ്ട് അവിടെ ഊക്കി ഉണ്ടാക്കിയപ്പോ ഒരു വേളയെങ്കിലും ആ പറമ്പിന്റെ പരിയമ്പുറത്ത് കയറാൻ തന്റെ ഇടമുള്ള ഏതെങ്കിലും ഈ ജിഹാദി പരനാറി ഉണ്ടെങ്കിൽ ആ വാതക്കൽ നീ എന്ന് നോക്ക്, കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെ ചാറ്റില് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേ റംഷാദ് അടുത്ത മുഖ്യമന്ത്രിയാ കേരളത്തിന്റെ. നിങ്ങൾ ഇത് ഓർത്തോണ്ട് വേണം പറയാൻ. എടാ ഒരു നബീലിന്റെ മുമ്പില് വലിയ ക്ലബിൽ നിന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. സാധാരണ സംസാരിക്കാൻ പറ്റുമോ ഈ ഭാഷ? ആരാ അത്?